പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം ആക്ട്സ് 2:12 ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. പന്തക്കോസ്താ സുദിനത്തിൽ എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ വലിയ വർഷമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രകടമായ വലിയ തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായി. എല്ലാവരും ഭാഷാപരങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങി. സ്ലിഹന്മാരെല്ലാവരുടെ മേലും അഗ്നിജ്വാലകൾ പോലെ നാവുകൾ വന്ന് നിറഞ്ഞു. ഇതെല്ലാം കണ്ട് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ അഭിഷേകം കിട്ടാത്തവർ ചോദിക്കും, ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത്? എന്താണ് ഈ സംഭവിക്കുന്നത്? അവർ ഓടിക്കൂടി കാര്യങ്ങൾ കണ്ടു. അവർ ചോദിച്ച ചോദ്യമാണ്, ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത്? അവർ വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അച്ഛന് 3 പതിറ്റാണ്ടോളമായി കർത്താവിൻ്റെ ശുശ്രൂഷ, അസംഖ്യം 10,000-കണക്കിന് അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ഒരുപാട് പ്രകടമായ അത്ഭുതങ്ങൾ, മാനസാന്തരങ്ങൾ, പരിശുദ്ധാത്മ വർഷം കർത്താവ് നമ്മുടെ കൺമുമ്പിൽ കാണിക്കുകയാണ്. അനേക ജനതകൾ അത് കണ്ടു. ടെലിവിഷനുകളുടെ അഭിഷേകാഗ്നി വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ കുടുംബങ്ങളിൽ തന്നെ കർത്താവിൻ്റെ വളരെ പ്രകടമായ ഇടപെടലുണ്ടായി. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം ഇവിടെ അട്ടപ്പാടിയിൽ സിയോനിൽ വന്നു. ആ കുടുംബം ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഒരു സ്നേഹിത, ഒരു ബന്ധു ആ സഹോദരിയോട് പറഞ്ഞു, ഇത് അട്ടപ്പാടിയിൽ യേശുവിൻ്റെ സ്ഥലമുണ്ട്, അവിടെ കുരിശിൻ്റെ ചുവടുണ്ട്, ആ കുരിശിൻ്റെ ചുവട് പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങളുണ്ട്, യേശു ജീവിക്കുന്നുണ്ട്. ആ സഹോദരി വന്നു, ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്. വന്ന് അവിടെ ഇരുന്നു, ഈശോ പ്രകടമായി ഇടപെട്ടു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിച്ച് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഞാൻ പാലക്കാട് കടമ്പഴിപ്പുറം നിന്ന് വരുന്നു. എൻ്റെ പേര് ശ്യാമ എന്നാണ്. ഞാൻ 2018 മുതൽ ഇവിടെ വരുന്നതാണ്. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്, പേര് സുഹാസിനി എന്നാണ്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാല് പൊട്ടി അളിഞ്ഞ് രക്തവും ചലവും വന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ മല ചവിട്ടി കയറാൻ എനിക്ക് പറ്റില്ലായിരുന്നു. യേശുവേ, അതായത് കാല് പൊട്ടി അളിഞ്ഞ് ഈ മല ചവിട്ടി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് 2018 ഈ മകൾ ഇവിടെ വരുന്നത്. എനിക്കിപ്പോൾ 25 വയസ്സാണ്. 22 കൊല്ലം ഞാൻ ഈ കാല് കൊണ്ട് നരകടിച്ചിട്ടുണ്ട്. 22 വർഷവും ഈ കാലിങ്ങനെ ചെറുപ്പത്തിൽ 4-5 വയസ്സായപ്പോ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പം തൊട്ട് കാല് പൊട്ടി അളിയുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ 22 വർഷം സഹിച്ചു ആ രോഗമായിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ കുട്ടികളും ഇൻ്റർവെല്ലിന് പോകുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒപ്പം നിൽക്കുമ്പോഴാണ് ഞാൻ ഒരുമിച്ച് നടന്നായിരുന്നത്. ഈ കാല് സോക്സൊക്കെ ഇട്ടിട്ട് ഷൂവിലിടുമ്പോൾ അതിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചൂടെടുക്കും ഒക്കെ ചെയ്യും. ഞാൻ തുണി ചുറ്റിയിട്ടാണ് സോക്സിന് ഷൂവിൻ്റെ ഉള്ളിൽ ഇട്ടായിരുന്നത്. ഈശോ, അതുപോലെ സഹിച്ച് 3 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ സഹിച്ച്. ദൈവമേ, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു സഹ്യമുണ്ട് പോണെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം സുഹാസിനി എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ, മോളെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അട്ടപ്പാടി, അവിടെ പോയാൽ ഈശോ ഉണ്ട്, യേശു നിന്റെ രോഗം ഏറ്റെടുക്കും, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ വരും. ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ കാലിന് തീരെ വയ്യായിരുന്നു. ഞാനും എൻ്റെ ചെറിയ നാത്തോനും കൂടി കൽക്കുരിശിൻ്റെ അവിടെ പോയിരുന്ന് ആ മെറ്റല് മുട്ടുകുത്തി 1 മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞു. ഒറ്റ മണിക്കൂർ ആ കൽക്കുരിശ് പോയിരുന്ന് ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞു. ദൈവമേ, ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. എനിക്ക് എൻ്റെ കാല് തിരിച്ചു തന്നു എൻ്റെ മാതാവും എൻ്റെ കർത്താവും. കാലൊരു കുഴപ്പമില്ല. എൻ്റെ കാല് മുഴുവൻ ഈ ചേനയുടെ പുറന്തോല് ചെത്തിയ പോലെ ചുവപ്പും കറുപ്പും കളറായിട്ടാണ് നിന്നായിരുന്നത്. ഇപ്പൊ നോക്കി, ഒരു കേടുമില്ലാത്ത പുതിയ കാല്, നല്ല കാല് കൊടുത്ത്. മറ്റേത് ചേന ചെത്തി വെച്ചത് മാതിരിയുള്ള കാലായിരുന്നു.
ഞാൻ ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എല്ലാ മരുന്നും ഞാൻ കഴിച്ചിട്ട് സ്റ്റോപ്പാക്കിയതാണ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ കാലിന് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഇനി ഞാൻ മാറില്ല, എൻ്റെ കാലത്ത് ജീവിതകാലം മൊത്തം ഞാനിത് സഹിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചില്ല. ഞാൻ പിന്നെ ഒരു ദിവസം ഞങ്ങൾ ആശുപത്രി പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട് പോയതാണ്. പെട്ടെന്ന് എൻ്റെ ചേച്ചി തന്നെയാണ് അത് കണ്ടത്. ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു, ശ്യാമ എൻ്റെ കാല് മാറിയിടുമെന്ന് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് ആ ചേച്ചീൻ്റെ കാല് മാറിയിറക്കണു. ചേച്ചി പറഞ്ഞ് ശ്യാമ കാല് സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കൽക്കുരിശിൽ അവിടെ നിന്ന് 1 മണിക്കൂർ ഇരുന്ന് കരഞ്ഞിട്ട് പോയതാ. പിന്നെ പിറ്റേ ആഴ്ച നോക്കുമ്പോൾ ക്ലിയർ അല്ലേ? കർത്താവ് പിറ്റേ ആഴ്ച തന്നെ സംഭവിച്ചു അല്ലേ? കർത്താവ് അത്ഭുതകരമായൊരു ഹീലിംഗ് കൊടുത്ത് അങ്ങനെ. ഇത് കഴിഞ്ഞ മാസമാണ്. എന്നാ വന്നത്? ഞാൻ കഴിഞ്ഞ മാസം 19-ാം തീയതി വന്നിരുന്നു. സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അസഹനീയമായ ശ്വാസം മുട്ടായിരുന്നു. ആ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. ഞാൻ ടൈഫോയിഡൊക്കെ ആയിട്ട് ഒരു 10 ദിവസം അഡ്മിറ്റ് ആവലൊക്കെ കഴിഞ്ഞ് എന്നാലും ഞാൻ വന്നു. ഹീലറൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നത്. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പോകുമ്പോൾ കഴിഞ്ഞ 19-ാം തീയതി വന്നപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടു. ഡൽഹിയിൽ നിന്ന് വന്നൊരു ഏട്ടൻ, അയാൾക്ക് ആസ്മയായിരുന്നു. അവരുടെ ആസ്മ ഈ ഇവിടുത്തെ വെള്ളം കുടിച്ച് മലയിലെ വെഞ്ചിരിച്ച വെള്ളം ലേശം ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഈ 17 വർഷം ആസ്മ ഉണ്ടായിരുന്ന ഒരാൾ ആ വെള്ളം കുടിച്ചപ്പോൾ കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടിയ കാര്യം സാക്ഷ്യം കേട്ടു. കഴിഞ്ഞ 19-ാം തീയതി, കഴിഞ്ഞ മാസം 19-ാം തീയതി അത് കേട്ടിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു. പക്ഷെ അവിടെ വെക്കുകയായിരുന്നു ഞാൻ. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയപ്പോൾ അത് കുടിച്ചു. 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി രാവിലെയും വൈകുന്നേരം ഓരോ മിടുക്കും ഞാൻ വിശ്വാസത്തോടെ ഞാൻ കുടിച്ചു. എനിക്ക് ആസ്മയുടെ മരുന്ന് ഞാൻ കണ്ടിന്യൂസ് കഴിക്കണം, ജീവിതകാലം മൊത്തം കഴിക്കണം എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഞാൻ ആ മരുന്നും ചീട്ടും ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് കരഞ്ഞപേക്ഷിച്ചു. എനിക്ക് ഈ മരുന്നൊന്നും കഴിക്കാൻ വയ്യ, കർത്താവിന് എന്നെ സുഖപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. ഈ ഞായറാഴ്ച അടുത്ത മാസം 2-ാം ശനിയാഴ്ച ഞാൻ വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് വരെ ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. അത് മാറി. അതാണ് കുട്ടി ആദ്യം തന്നെ വന്ന് പറഞ്ഞത്, എൻ്റെ കർത്താവും എൻ്റെ മാതാവും എനിക്ക് തുണ ചെയ്ത് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. വലിയ അത്ഭുതം കേട്ടോ. എൻ്റെ ഭർത്താവിന് ജോലി സ്ഥലത്ത് നിന്ന് പോരേണ്ടി വന്നു. 3 വർഷം വീട്ടിലിരുന്നു. കാല് പൊട്ടി ആക്സിഡൻ്റായി. ഞങ്ങൾ 0-ലായി. അവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോഴും എൻ്റെ ചേച്ചിയും പിന്നെ ഒരു ഏട്ടനും കൂടി വന്ന് വട്ടേലച്ചനെ കണ്ടു. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു പോയി. ഇന്ന് അദ്ദേഹം സൗദിയിലാണ്. അതും പാർട്ട്ണറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. കർത്താവ് അതുപോലെ കർത്താവ്. പിന്നെ കടബാധ്യത 4 ലക്ഷം കട എടുത്തു. അത് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. ആ 3 കൊല്ലം ഇട്ട് വീണു. 6 ലക്ഷം 7 ലക്ഷം ആയി. ഇപ്പൊ അതിനൊരു പരിഹാരം കണ്ടു. കർത്താവ് അതിനൊരു സൊല്യൂഷൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ഇതുപോലെ 10,000-കണക്കിന് ജീവിതങ്ങളിൽ സ്വർഗം നേരിട്ട് ഇടപെട്ട് പ്രകടമായ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഒരു കാര്യം സുഖപ്പെടുത്തുക എന്നുള്ളതാണോ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? അല്ലെങ്കിൽ ഒരു കടം വീട് 4 ലക്ഷം കടം വീട്ടുക എന്നുള്ളതാണോ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്? യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 28-29 തിരുലിഖിതങ്ങൾ. അവിടെ ദൈവത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് ചോദിക്കുന്നൊരു ജനതയെ കാണാം. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. 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 അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനിൽ വിശ്വസിക്കാൻ വേണ്ടിയുള്ള ക്ഷണമാണ് ഓരോ അത്ഭുതങ്ങളും ഓരോ ഇടപെടലുകളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ട്രെയിൻ കടന്നു പോകുന്നത് പോലെയാണ് ഞാൻ നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ അവസരങ്ങളും നമ്മളെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം സമയത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കർത്താവിനെ വിശ്വസിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ചാടി യേശുവിനെ സ്വീകരിക്കുന്നുവോ അവൻ്റെ ജീവിതം നിത്യരക്ഷയിലേക്ക് ഉയരാൻ ദൈവം ഇടവരുത്തും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെയാകട്ടെ നീട്ടിവെച്ച് ഈശോയെ സ്വന്തം ജീവിത രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷ നമ്മളിൽ നിന്ന് അകന്നു പോകും.
അതുകൊണ്ട് ഈ ഓരോ സംഭവങ്ങളും ഞാൻ നിങ്ങൾ കേൾക്കാൻ ഇടവരുന്നത്, കാണാൻ ഇടവരുന്നത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് ഞാനും നിങ്ങളും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൺമുമ്പിൽ ഇതുപോലെ പ്രകടമായ അത്ഭുതങ്ങളും ഇതുപോലുള്ള ദൈവത്തിൻ്റെ ചെയ്തികളെല്ലാം കേൾക്കാനും കാണാനും ഇടവരുത്തുന്നത് എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, എൻ്റെയും നിങ്ങളുടെ ആത്മാവിനെ നിത്യജീവനിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്ന പിതാവിൻ്റെ പ്രവൃത്തിയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഇന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. എല്ലാവരും ഇന്ന് എഴുന്നേറ്റ് വന്നേ. ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഈ സമയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഭവനങ്ങളിൽ വ്യാപരിക്കുകയാണ്. അനേക രോഗികൾ സുഖം പ്രാപിക്കും. രോഗികൾ സുഖം പ്രാപിക്കുമ്പോൾ നമുക്ക് ചികിത്സ ആശുപത്രി പോകാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ പ്രകടമായ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് നമ്മുടെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് ആശ്വസിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് വിചാരിക്കരുത്. നമ്മളുടെ സങ്കീർണ സാഹചര്യങ്ങളിൽ നമുക്ക് സമാശ്വാസം നൽകുന്നതോടൊപ്പം ദൈവത്തിൻ്റെ പരമമായ ലക്ഷ്യം യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശികളാകുക എന്നുള്ളത് തന്നെയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ ആത്മാവ് നിത്യജീവനിൽ പ്രവേശിക്കാൻ ഇന്ന് ഈ കുടുംബത്തിൻ്റെ അത്ഭുതം നടക്കട്ടെ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ സഹായം ചെയ്യണമേ. എനിക്ക് എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയം സമർപ്പിക്കണം. എൻ്റെ കുടുംബം മുഴുവൻ എൻ്റെ കർത്താവിന് സമർപ്പിക്കണം. എൻ്റെ കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കണം. എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കണം. ആ ഒരു ആഗ്രഹം വേണം. ആ സമയം തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രകടമായ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം അത് ചെയ്യും. അത് പിതാവിൻ്റെ സന്തോഷമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെ, എല്ലാ കുട്ടികളും ഉണരുക. എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടുക. ഒത്തിരി നാളായി കുട്ടികളെയൊക്കെ കണ്ടിട്ട്. ചിൽഡ്രൻ, നിങ്ങൾ ഒന്നിച്ച് വന്ന് പ്രാർത്ഥിക്കുക. ഈ സമയം ജീസസ് ഈസ് ദ ലോർഡ് എന്നൊരു അനോയിൻറ്റിങ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് നൽകും. ജീസസ് ഈസ് ദ ലോർഡ്. കർത്താവ് യേശു ക്രിസ്തു കർത്താവാകുന്നു. ആ ഒരു അനോയിൻറ്റിങ് നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് നൽകും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പ്രത്യേകമായ എന്തെങ്കിലും അപേക്ഷകളുണ്ടെങ്കിൽ അതും ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പിതാവിൻ്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുക. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. അനേക തലമുറകളായുള്ള പാരമ്പര്യ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അപകടത്തെ തുറന്ന് ഒടിഞ്ഞു കിടക്കുന്ന അസ്ഥികൾ കൂടിച്ചേരട്ടെ. ഇപ്പോൾ ആസ്മ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദ്രോഗങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണങ്ങി കരിഞ്ഞ് സൗഖ്യമാകട്ടെ. കർത്താവേ, ഈ സമയം എല്ലാ ഹൃദയങ്ങളും യേശുവിലേക്ക് ഉണരട്ടെ. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവിന്റെ നാമത്തെ ആരാധിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഓ ഗ്ലോറി, 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 ഗ്ലോറി. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. താമസം വരുത്തുകയില്ല. വാഗ്ദാനം പാലിക്കാൻ ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ, വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്ന് തന്നെ അനുഭവിക്കും. വിശ്വാസിയോ, വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്ന് തന്നെ അനുഭവിക്കും. കരങ്ങളടിച്ച് വന്ന് കരഞ്ഞു നടന്നവരെ കറ്റ ചുമക്കും വിജയം വരവായി. വിത്ത് ചുമന്ന് കരഞ്ഞു നടന്നവരെ കറ്റ ചുമക്കും വിജയം വരവായി. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി ഇന്ന്, കണ്ണീര് തോരുന്ന കാലമായി ഇന്ന്, കണ്ണീര് തോരുന്ന കാലമായി. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ ഇടപെടണമേ. അനേക രോഗികൾ ഇതാ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു ബെത്സേദ കുളങ്കരയായി മാറട്ടെ. ഓരോ കുടുംബങ്ങളിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. രോഗങ്ങൾ അകലുന്ന സമയം
കാലമായി, ഇന്ന് കഷ്ടങ്ങളകലും സമയമായി. കണ്ണീര് തോരുന്ന കാലമായി, ഇന്ന് കഷ്ടങ്ങളകലും സമയമായി. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീര് തോരുന്ന കാലമായി, ഇപ്പോൾ ഇടപെടണമേ. തളർന്ന ഹൃദയങ്ങളെ തൊടണമേ. ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങൾ ഭക്ഷിക്കണമേ. എല്ലാ കുടുംബങ്ങളിലേക്ക് അങ്ങനെ അത്ഭുതങ്ങൾ ഭക്ഷിക്കണമേ. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. മന്ദത മാറിപ്പോകട്ടെ. എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ, സമൂഹങ്ങൾ ഉണരട്ടെ. എല്ലാ സമൂഹങ്ങളുടെയും അഭിഷേകം നിറയട്ടെ. നഷ്ടപ്പെട്ടു പോയ ഉണർവ് വീണ്ടും ലഭിക്കട്ടെ. ആത്മാവിന്റെ ജ്വലനം ലഭിക്കട്ടെ. പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. തകർച്ചകളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളെ കർത്താവേ ഇപ്പോൾ കൈകൾ പിടിച്ച് ഉയർത്തണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേട്ടതുപോലെയുള്ള പ്രകടമായ അത്ഭുതങ്ങൾ പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ നാം ജീവിച്ചിരിക്കെ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കാൻ ഇടവരുത്തുന്നതും അത് നമ്മൾ കാണാനും കേൾക്കാനും ഇടവരുന്നതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ത് എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കണം. ഇത് വെറുതെ സംഭവിക്കുന്നതാണോ? ഈ കാര്യം ഞാൻ എന്തിനു കേട്ടു? ഈ കാര്യം എൻ്റെ ദൈവം എൻ്റെ കാതുകൾ എന്തിനു കേൾപ്പിച്ചു? എൻ്റെ കണ്ണുകൾ കൊണ്ട് ഇത് കാണാൻ എൻ്റെ ദൈവം എന്തിനിടവരുത്തി? ഞാനും നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഇതിൻ്റെ എല്ലാ അർത്ഥമെന്ത് എന്ന് ആ വലിയ സമൂഹം അന്ന് ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, ചിന്തിച്ചു, ആലോചിച്ചു, സംസാരിച്ചു, പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും യേശുക്രിസ്തു എന്ന വ്യക്തിയെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 28-29 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു പിതാവിൻ്റെ ഇഷ്ടം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യമെന്ന് ദൈവത്തിൻ്റെ മനസ്സറിയുന്ന ഈശോ നമ്മളെ പഠിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് നിത്യജീവൻ തരാൻ പിതാവ് ആഗ്രഹിച്ചു. പിതാവ് തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് കേൾക്കുന്നത്. പിതാവ് തിരഞ്ഞെടുത്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 44-ാം തിരുലിഖിതം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും, എത്ര ബുദ്ധിയുള്ളവനായിക്കോട്ടെ, എത്ര മിടുക്കനായിക്കോട്ടെ, എത്ര നല്ല പ്രവൃത്തി ചെയ്യുന്ന, എത്ര കഴിവുള്ളവനായിക്കോട്ടെ, എന്നെ അയച്ച എൻ്റെ അപ്പൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചാലല്ലാതെ, തിരഞ്ഞെടുത്താലല്ലാതെ, കൂട്ടിയോജിപ്പിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയുകയില്ല. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ അടുത്തേക്ക് ഒരാളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിതാവ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിക്കാൻ പിതാവായ ദൈവം തിരഞ്ഞെടുത്തു എന്നതാണ് ഞാനും നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഇടവന്നു എന്നതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു സംഭവമുണ്ട്. ഒരു
പളനിയിൽ നിന്നുള്ള ഒരു വലിയ കൗണ്ടർ. ആ കൗണ്ടർ ഒരു ദിവസം പാലക്കാട് ടൗണിൽ വന്നു. അന്ന് പാലക്കാട് ടൗൺ ഹാളിൽ ശുശ്രൂഷ ചെയ്യുന്ന ആദ്യ കാലഘട്ടങ്ങളാണ്. അപ്പോൾ ആ ടൗൺ ഹാളിൽ ശുശ്രൂഷയെക്കുറിച്ച് ശുശ്രൂഷ മാസത്തിൽ ഒരു ദിവസമാണ് നടക്കുന്നത്. അപ്പോൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കും സംഘാടകർ. അവർ കൊടുത്ത പരസ്യം ഇങ്ങനെയാണ്: പാലക്കാട് ടൗണിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വാർത്ത പളനിയിലിരുന്ന കൗണ്ടർ പത്രം വായിച്ചപ്പോൾ കണ്ടു. ഉടനെ കൗണ്ടർ അവിടെ നിന്ന് പുറപ്പെട്ട് പാലക്കാടെത്തി. എന്നോട് പറഞ്ഞു, പളനിയിൽ വന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം വളരെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് വിശുദ്ധി വേണം, എനിക്ക് ദൈവത്തെ കാണണം. എനിക്ക് അതുപോലെ സമ്പത്തുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് ലോകത്തിന് രോഗം മാറേണ്ട ആഗ്രഹം, ഒന്നും രോഗമൊന്നുമില്ല, നല്ല ആരോഗ്യമുള്ള ശരീരം, നല്ല കുടുംബം, എല്ലാം സെറ്റപ്പാണ്. എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ദൈവത്തെ കാണണം. ചെറുപ്പം തൊട്ടേ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് എനിക്ക് ദൈവത്തെ കാണണം, അതിന് വിശുദ്ധി വേണം. അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി അദ്ദേഹം പലതും ചെയ്തു. പലതരത്തിലുള്ള വഴികൾ അന്വേഷിച്ചു. ഓരോ മതങ്ങളിലും ഓരോ വഴികളുണ്ടല്ലോ. എല്ലാ വഴികളും അവർക്കറിയാവുന്ന പുസ്തകങ്ങൾ വായിച്ചു, പഠിച്ചു, സൽകൃത്യങ്ങൾ ചെയ്തു, പുണ്യപ്രവർത്തികൾ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, നേർച്ച കാഴ്ചകൾ ചെയ്തു, തീർത്ഥാടനങ്ങൾ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് അസംഖ്യം പണം മുടക്കി അദ്ദേഹം ചെയ്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ വയസ്സ് എത്രയായി? വയസ്സ് 50 അടുത്തെത്തിയിട്ടുണ്ട്. എന്നിട്ട് ദൈവത്തെ കണ്ടോ, വിശുദ്ധി കിട്ടിയോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശുദ്ധി കിട്ടിയില്ല, എൻ്റെ മനസ്സിൽ വിശുദ്ധി ആയിട്ടില്ല. ഞാൻ വളർന്നു വരുന്നതനുസരിച്ച് എൻ്റെ പാപവും ശക്തി പ്രാപിച്ചു, അല്ലാതെ എനിക്ക് വിശുദ്ധി കിട്ടിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാൻ വേദനിക്കുകയായിരുന്നു, എനിക്ക് വിശുദ്ധി വേണം, എനിക്ക് ദൈവത്തെ കഴിഞ്ഞ വേദനിക്കുകയായിരുന്നു, എനിക്ക് മറ്റ് സന്തോഷങ്ങളെല്ലാം പോയി, എനിക്ക് വേദനയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ, എനിക്ക് ദൈവത്തെ കാണണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഇങ്ങനെ ഒരു യാത്രയിലെ ഇടയിൽ ഈ പാലക്കാട് വഴിക്കോട്ട് കടന്നു പോകുന്ന സമയത്ത് പൊള്ളാച്ചിയുടെ അടുത്ത് വെച്ച് അദ്ദേഹത്തിന് യേശുവിൻ്റെ ഒരു ദർശനമുണ്ടായി. യേശുവിൻ്റെ ദർശനം ഉണ്ടായിട്ട് അദ്ദേഹം പറയുകയാണ്, യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ കിരണങ്ങൾ പുറപ്പെട്ട് വരികയായിരുന്നു. ആ കിരണങ്ങളുടെ ഉള്ളിൽ ഈ മനുഷ്യനായി തീർന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ മാറിപ്പോയി. അത് യേശുവിനെ ഒരു ദൈവമായി സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയം കഴുകപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉണർന്നു. അദ്ദേഹത്തിന് ഭയങ്കരമായൊരു വിശ്വാസം. ആരും പഠിപ്പിച്ചിട്ടില്ല, ഒരാൾ പ്രസംഗിച്ചിട്ടില്ല, ഒരു പ്രസംഗം കേട്ടിട്ടില്ല. പക്ഷേ യേശുവിനെക്കുറിച്ച് അറിവ് കൊണ്ട് അദ്ദേഹം നിറഞ്ഞു, യേശുവിനെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു, യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ചെറുപ്പത്തിൽ എന്തെല്ലാം ഞാൻ ആഗ്രഹിച്ചോ ആ ഒരു നിറവ്, ആ ഒരു ദൈവൈക്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് ഈ യേശുവാണ് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചത്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അടുപ്പം എനിക്ക് കിട്ടി, അരിമയായി മാറാൻ എനിക്ക് പറ്റി. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ അരിമയാകണം. അതിനുവേണ്ടി എൻ്റെ പട്ടണത്തിൽ വന്ന് യേശുവിനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് പാലക്കാട് ടൗൺ ഹാളിലേക്ക്. എന്നുവെച്ചാൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പളനിയിലെ വലിയ കൗണ്ടർ എന്നോട് പറഞ്ഞ കാര്യം ഒരു നിസ്സാര കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. അത് അതിപ്രധാനമായ കാര്യമാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒന്നും കൂടെ വായിച്ചേ, എല്ലാവരും ചേർന്ന് വായിച്ചേ. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. എന്നിലൂടെ അല്ലാതെ ആരും, എത്ര പുണ്യം ചെയ്ത വ്യക്തിയായിക്കോട്ടെ, എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, എത്ര മണിക്കൂറുകൾ തപസ് ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, എത്രമാത്രം തപസ്സും പ്രാശ്ചിത്വം ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, ഈ തപസ് കൊണ്ടോ പുണ്യം കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ ഒന്നും പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ പറ്റുകയില്ല. പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ പറ്റും. ഇംഗ്ലീഷ് യോഹന്നാൻ 14:6 നമ്മൾ പറഞ്ഞാണ്, നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈശോ വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. യേശുവിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുക്കലേക്ക് പ്രവേശനമുള്ളൂ.
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം അതിൽ 7-ാം തിരുലിഖിതം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൽ ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ഒരൊറ്റ ആളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 10:9. അവിടെ ഈശോ ഇത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, ഞാനാണ് വാതിൽ. I am the gate, I am the door. Whoever enters by me will be saved and will come in and go out and find pastures. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പറയാണ്, ഞാനാണ് വാതിൽ. ഈ വാതിലിലൂടെയാണ് പ്രവേശിക്കേണ്ടത് നിത്യജീവനിലേക്ക്, പിതാവിങ്കലേക്ക്, സ്വർഗത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഒരു വാതിലിനെ കുറിച്ച് അറിയാതെ ഞാനും നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം ഈ കാര്യം ഒന്നും കൂടെ അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:12. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേറൊരു വാക്കി പറഞ്ഞാൽ വേറൊരു വഴി ഇതിനെക്കുറിച്ച് കർത്താവ് തരുന്നില്ല. നിങ്ങളുടെ പാപമെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. നിങ്ങൾ കുറേ ദാനധർമ്മം ചെയ്താൽ നിങ്ങൾക്ക് മോക്ഷം തരാം. നിങ്ങൾ കുറേ അങ്ങോട്ട് ത്യാഗം എടുത്താൽ നിങ്ങൾക്ക് പിതാവിനെ തരാം. ഈശോ ഒരു വഴി അങ്ങനെ പറയുന്നു, ഒരൊറ്റ കാര്യമേ ഈശോ പറയുന്നുള്ളൂ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. എന്നിലൂടെ നല്ല ആരും പിതാവിലേക്ക് വരുന്നില്ല. ഇത് നമ്മൾ ഹൃദയം കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കണം. ഈ കണ്ട അത്ഭുതങ്ങളെല്ലാം എന്തിനാണ് കർത്താവ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ ചെയ്യുന്നത്? യേശു ജീവിക്കുന്നു. അവൻ പാപങ്ങളുടെ പരിഹാരമാണ്. അവൻ എനിക്ക് വേണ്ടി ലോകത്തിൽ വന്നു. അവൻ കുരിശിൽ മരിച്ചു. എൻ്റെ പാപങ്ങൾ അവൻ ശരീരത്തിൽ വഹിച്ചു. അവൻ്റെ കുരിശ് മരണത്താൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കടപ്പെട്ടവനാണ്. ഈ യേശുവിലൂടെയാണ് പിതാവിലേക്ക് എനിക്കുള്ള മാർഗം, സ്വർഗത്തിലേക്കുള്ള വഴി ഈശോയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ ഈ സമയം നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹൃദയം ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തീഷ്ണതയോടെ യേശു എന്ന ഏക രക്ഷകനെ അറിയാനും ആ ഏക രക്ഷകൻ്റെ അനുഭവത്തിൽ വളരാനും മറ്റുള്ളവരെ അറിയിക്കാനും അങ്ങനെ നിത്യജീവൻ സ്വന്തമാക്കാനും ഈ കർത്താവിൻ്റെ ഈ ഒരു ആരാധനയുടെ സമയത്ത് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുള്ള സഹോദരി സഹോദരന്മാരെയും ഈ ആരാധന മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങൾ യേശു തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തൻ്റെ അടുത്തിൽ വന്നവരോട് ഇങ്ങനെ പഠിപ്പിച്ചു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർപ്പ പാമ്പ് കടിയേറ്റവർ ആ മോശ ഉയർത്തി പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടതുപോലെ കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കി, യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷക, എൻ്റെ നാഥ, എൻ്റെ സർവസ്വമേ, എൻ്റെ ജീവനേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരൊറ്റ വിളി മതി നമ്മുടെ ആത്മാവിലേക്ക് സ്വർഗീയമായ ജീവൻ പ്രവേശിക്കാൻ, നമ്മുടെ ആത്മാവിൽ നിന്ന് പാപകറകൾ കഴുകാൻ. യേശുവിനെ സ്വീകരിക്കുക, ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുക, യേശുവിനെ സ്വീകരിക്കുക. അപ്പോഴാണ് അനുതാപം ലഭിക്കുന്നത്, അപ്പോഴാണ് കുമ്പസാരത്തിന് കൃപ ലഭിക്കുന്നത്, അപ്പോഴാണ് ദൈവിക പ്രകാശം ഉണ്ടാകുന്നത്, അപ്പോഴാണ് റെവലേഷൻസ് വെളിപാടുകൾ ലഭിക്കുന്നത്, അപ്പോഴാണ് സ്വർഗത്തെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള രഹസ്യങ്ങൾ മിസ്റ്ററീസ് വെളിപ്പെട്ട് കിട്ടുന്നത്, അപ്പോഴാണ് വിശ്വാസം ജനിക്കുന്നത്, അപ്പോഴാണ് പ്രാർത്ഥിക്കാൻ ഹൃദയം തുറക്കപ്പെടുന്നത്, അപ്പോഴാണ് കല്ലുപോലുള്ള ഹൃദയങ്ങൾ മാംസളമാകുന്നത്, അപ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത്, അപ്പോഴാണ് നമ്മുടെ ആത്മാവ് ആനന്ദം കൊണ്ട് നിറയുന്നത്, അപ്പോഴാണ്
മണവാട്ടി മണവാളൻ എന്നതുപോലെ നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണപ്രിയനായ യേശുവിൻ്റെ സ്വന്തമായി മാറുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ സ്വീകരിക്കുക അതിപ്രധാനമായ, ജീവിതത്തിന് നിർണായകമായ, അതിനിർണായകമായ കാര്യമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തുക. കർത്താവേ, ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു, എൻ്റെ ജീവിതം ഞാൻ യേശുവിന് സമർപ്പിക്കുന്നു. യേശുവിന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കൈകൾ ഉയർത്തുക. യേശുവിലേക്ക് നോക്കുക. യേശുവേ എന്ന് വിളിക്കുക. ആവർത്തിച്ച് വിളിക്കുന്നു. യേശുവേ, യേശുവേ, എല്ലാവരും വിളിക്കുന്നു. ഓർക്ക വിളിക്കുക, ആഗ്രഹത്തോടെ വിളിക്കുക, ദാഹിച്ച് വിളിക്കുക. യേശുവേ, യേശുവേ, കരഞ്ഞു വിളിക്കുക. കുഞ്ഞുങ്ങൾ വിളിക്കുന്നു. എല്ലാ കുട്ടികളും, എല്ലാ യുവതി യുവാക്കന്മാരും കുടുംബം ഒരുമിച്ച് യേശുവിനെ നാം വിളിക്കുക. നിത്യജീവന്റെ കർത്താവിനെ വിളിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ, ഹൃദയപൂർവ്വം വിളിക്കുന്നു. യേശുവേ, രക്ഷകാ, യേശുവേ, കർത്താവേ, യേശുവേ, നാഥനേ, ആവർത്തിച്ച് വിളിക്കുക. വിളിക്കുക. രക്ഷകാ, കർത്താവേ,